Shall we shout a hallelujah to the Lord? Hallelujah. Hallelujah. Amen. ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു, നന്ദി പറയുന്നു. നമ്മുടെ വർഷിപ്പ് ടീംസിനെ ഓർത്ത് മലയാളവും ഇംഗ്ലീഷും മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ കർത്താവിനെ ആരാധിക്കുന്ന നമ്മുടെ ടീംസിനെ, അതിലെ മെമ്പേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരയറ്റും. I thank God for the worship team that we have in English and Malayalam as well, and I give glory to God and honor to God for them. ഞാൻ പ്രസംഗിച്ചു വന്ന വിഷയത്തിൻ്റെ ആ പരമ്പരയുടെ ആ സീരീസിനെ തുടർന്ന് ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. As the series that we have been following regarding family, I want to remind you of a few other things today. നമ്മുടെ സഹോദരിമാരെ കുറിച്ച്, ഭാര്യമാരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഇന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞല്ലോ. I have mentioned that I will talk about the responsibilities of wives or sisters today. അതുകൊണ്ട് സഹോദരന്മാരെല്ലാം വളരെ കൗതുകത്തോടെ, വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. And I know the brothers are waiting anxiously to hear what I have to say to the sisters. സഹോദരിമാർ വളരെ കൂളായിട്ടിരിപ്പുണ്ട്. And I know the sisters are sitting very cool. രണ്ടു കൂട്ടരും കേൾക്കേണ്ട കാര്യങ്ങളാണ്. These are things that both groups needs to hear. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു ക്ലിപ്പ് അയച്ചു തന്നു. Brother sent me a short clip the other day. എന്നിട്ട് പറഞ്ഞു, ഇത് ചിലപ്പം ഇപ്പം ഡീൽ ചെയ്യുന്ന ഈ വിഷയത്തിന് അനുയോജ്യമായിരിക്കും. And he said this may be helpful for the topic that you're discussing these days. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. And there was two things mentioned in that clip. നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ഭാര്യയും സൂര്യനും. There are two things that are essential, that is, one is wife and the other is sun. സൂര്യൻ സസ്യങ്ങൾക്ക് ആഹാരം പാകം ചെയ്യുന്നു, ഭാര്യ നമുക്കും. And the sun makes food for plants and wife does the same for us. വേനൽക്കാലത്ത് സൂര്യൻ നമ്മെ വെള്ളം കുടിപ്പിക്കുന്നു, ഭാര്യ എല്ലാ ദിവസവും നമ്മെ വെള്ളം കുടിപ്പിക്കും. In the summertime, sun makes us thirsty and wife makes us thirsty every day or makes us drink water. കാരണം രണ്ടും എപ്പോഴും ചൂടായിരിക്കും. Both are hot all the time. അവസാനം ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ ചുരുക്കത്തി അവസാനം I want to conclude this. There's quite a few things in there. ഭാര്യയെ തുറിച്ചു നോക്കരുത്. Don't stare at your wife. സൂര്യനെയും തുറിച്ചു നോക്കരുത്. And not also don't stare at the sun. നോക്കിയാൽ വിവരം അറിയും. And if you do, then you will find out what happens. നമ്മളെല്ലാവരും ഒന്ന് ഒരുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളത് പറഞ്ഞു. I just wanted you to be prepared for the message, so I just used some humor. നമുക്ക് പലപ്പോഴും നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, ഞാൻ വിശേഷാൽ നമ്മുടെ സഹോദരന്മാരോടും കൂടിയാണ് പറയുന്നത്, അതിനുശേഷം I will turn to our sisters. പലപ്പോഴും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ. We often don't know how to appreciate each other. 15 വർഷം തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിന് ശേഷം ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. And after living with the husband for 15 years, the wife asked the husband, can you describe me? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ABCDEFGH. Husband mentioned all these letters in the alphabet. ഭാര്യ ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്തുവാ? So wife asked, what does that really mean? ഭർത്താവ് പറഞ്ഞു, adorable, beautiful, cute, delightful, elegant, fashionable and so on. So husband used all these acronyms to describe his wife. അപ്പം വൈഫ് ഭയങ്കര സന്തോഷമായി. വൈഫ് ചോദിച്ചു, റിയലി ഞാൻ അങ്ങനെയാണോ? So the wife said, is that really true? അപ്പം ഭർത്താവ് പറഞ്ഞു, IJK. The husband mentioned these other letters of the alphabet. ഭാര്യ ചോദിച്ചു, അതിന്റെ അർത്ഥം എന്തുവാ? So what does that mean? I am just kidding. And he said, that means ഞാൻ വെറുതെ പറഞ്ഞ. അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാ. Oftentimes we don't know how to appreciate others. ഞാനും അത്ര മുമ്പിലൊന്നും അല്ല അതില്. I am not, in advance in these areas as well. എങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ഭാര്യമാരുടെ, സഹോദരിമാരുടെ റോൾസ് മനസ്സിലാക്കിയാൽ നമ്മളും അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ദൈവം അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. So if you really understand and appreciate what they do daily, we will appreciate them as well as God has made them that way. നമുക്ക് ദൈവത്തിന്റെ വചനം വായിച്ച് ആരംഭിക്കാം. And let us read the word of God to start.
തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. The book of Titus, chapter 2, verse 4 and 5. അവിടെ ഇങ്ങനെ വായിക്കുന്ന, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികൾ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കുവാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. It says verse 4 and 5, then they can urge the younger women love their husbands and children, to be self-controlled and pure, to be busy at home, to be kind and to be subject to their husbands, so that no one will malign the word of God. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഭാര്യമാരിങ്ങനെയായിരിക്കണം. So the most important thing that is mentioned is, if you don't want the word of God to be maligned, then the wife should behave this way. പ്രധാനമായിട്ട് ഇവിടെ ഊന്നൽ കൊടുത്ത് പറയുന്നത് മാനേജിങ് എ ക്രൈസ്റ്റ് ലൈക്ക് ഹോം, ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനം ഉളവാക്കിയെടുക്കുവാൻ, അതിനെ മാനേജ് ചെയ്യുവാൻ ഉള്ള ഒരു ഭാര്യയുടെ ദൗത്യം എത്ര പ്രാധാന്യമുള്ളത്. The emphasis here is, what is the responsibility or duty of a wife to manage a Christ-like home or a Christ-centered home? അപ്പോൾ ക്രൈസ്റ്റ് ലൈക്ക് ഹോം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഭവനം നടത്തപ്പെടുന്നത്, അതിനെ ഒരു ഭാര്യ മാനേജ് ചെയ്യുന്നത് എന്ന് പറയുന്നത് റൂൾസ് ഉപയോഗിച്ചല്ല, നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം കർക്കശമായിട്ട് പിന്തുടർന്നും അടിച്ചേൽപ്പിച്ചുമല്ല, പക്ഷേ അത് ബുദ്ധിയോടെ വളരെ ക്ഷമയോടെ പ്രാർത്ഥനയോടെ ഒക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. And we need to understand, the wife does not rule or make a Christ-centered home by using rules and rituals and boundaries and guidelines, but rather with prayer and dedication to serve the family. ഒരു ക്രൈസ്റ്റ് ലൈക്ക് ഹോം ഉണ്ടാക്കാനായിട്ട് ഭാര്യ ഭർത്താവിനോട് യുദ്ധം ചെയ്യുകയല്ല. To create a Christ-like home, and the wife is not at war with the husband. പക്ഷേ ആ ഭർത്താവിനെ കൃപയാൽ നേടാൻ ആ ഭാര്യ ശ്രമിക്കുന്നു. So the wife is trying to gain the husband's trust by grace used in the family. ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഒരു സഹോദരി, അവരുടെ പേര് മേരി എന്നായിരുന്നു. There was a lady named Mary. ഒരു ക്രൈസ്റ്റ് സെന്റേർഡ് ഹോം എനിക്ക് ഉണ്ടായിരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന സഹോദരി. She had a great desire to have a Christ-centered home. ദൈവിക സമാധാനവും എല്ലാം അവിടെ നിറഞ്ഞു നിൽക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. And she had a desire to have the godly fear and the peace and love in the family. അതോടൊപ്പം തന്നെ എല്ലാം വളരെ ചട്ടമായിട്ട് വളരെ കർക്കശമായിട്ട് വീട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ നിർബന്ധമുള്ളത്. She was also very disciplined to keep the house in order and clean. ചിലർക്ക് അതൊരു OCD ആണെന്ന് നമുക്കറിയാം. As some people have an obsessive compulsion about that, we know. ഒരു ചിലർക്ക് അത് എക്സ്ട്രീം പോകാറുണ്ട്, ചിലർക്ക് വളരെ ബാലൻസ്ഡ് ആണ്. Some people are extreme in that and some are very balanced. ഒരു സോഫയിൽ ഇരുന്നാൽ ഒരു ക്ലോത്ത് കൊണ്ടുള്ള കവറും ഒക്കെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകുമ്പോൾ എവിടെയെങ്കിലും മടക്കുണ്ടെങ്കിൽ ഉടനെ അത് തട്ടി നിവർത്തമൊക്കെ പോകുന്നവരെ. If your couch has a cover and then as they get up, if there is wrinkled or they are so obsessive that want to make sure everything is in order and neat. എഴുന്നേറ്റ് കഴിയുമ്പോൾ കിടക്കയെല്ലാം വളരെ മനോഹരമായിട്ട് വിരിച്ചൊരുക്കി ഇടുക എന്ന് പറയുന്ന അവരുടെ വലിയൊരു ഉത്തരവാദിത്വം. It is their responsibility also as they get up from bed to make sure the bed is made. അപ്പോൾ ഈ മേരി അങ്ങനെയായിരുന്നു, വളരെ മനോഹരമായിട്ട് ഇതെല്ലാം എപ്പോഴും കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. So this lady that we mentioned, Mary, was like that, very compulsive. എന്നാൽ അവരുടെ വീട്ടിൽ ഒരു വലിയ ബാറ്റിൽ ഫീൽഡ് ഉണ്ടായിരുന്നു. But there at home there was a battlefield. ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് റൂമിലെ കൗച്ച് ആയിരുന്നു. The battlefield, the reason was the living room couch. എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോഴത്തേന് ഭർത്താവ് വന്ന് ആ കൗച്ചിൽ കിടക്കും. And every evening the husband come home from work and lay on the couch. അദ്ദേഹം നാപ്പ് എടുക്കുന്നത് ആ കൗച്ചിലാണ്. He took a nap on the couch. വിശ്രമൻ കൗച്ചിൽ തുടങ്ങുന്ന പലരും ഉണ്ടല്ലോ. And many people do that also at your homes. അവിടെയുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പില്ലോസ് എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രോ ചെയ്ത് അദ്ദേഹം വലിച്ചു കളഞ്ഞിട്ട് പറയും, എൻ്റെ നാപ്പിനെതിരാണ് ഈ പില്ലോസ് എന്ന് പറയും. And the throw pillars that we see on the couch, he used it for the nap and he will throw here and there. കുറച്ച് കഴിഞ്ഞ് മേരി വന്ന് നോക്കുമ്പോൾ ഈ
പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന പില്ലോസ് എല്ലാം അങ്ങും ഇങ്ങും വലിച്ചെറിഞ്ഞ് കിടക്കുകയാണ്. So Mary come and find out all these pillows are all over the place. അപ്പം മേരി അതെല്ലാം അടുക്കി പിന്നെയും വെക്കും. Three on each side. So the Mary would put it 3 on each side to organize it the way it was before. കളറെല്ലാം അറേഞ്ച് ചെയ്ത് ഇങ്ങനെ പിന്നെയും അടുക്കി വെക്കും. She makes sure the colors are matching. പിന്നെയും ഭർത്താവ് വന്ന് അതുപോലെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വലിച്ചു. And then the husband comes, he will disorganize what she has done. അവസാനം മേരി കർത്താവിനോട് പ്രാർത്ഥിച്ചു. And finally Mary prayed to God. കർത്താവേ, എൻ്റെ വീട്ടിൽ ഈ കൗച്ചിലും നിന്റെ സമാധാനം നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കണമേ. So I want your peace to be fulfilled in this area of couch as well. അപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി. So she thought about an idea. ഞാൻ ഇതിനെ നേരിടാൻ പോകുന്ന വേറൊരു രീതിയിലായിരുന്നു. So I will face this difficulty or situation in a different way. ചെറിയ ചെറിയ നോട്ട്സ് അവർ എഴുതി ഉണ്ടാക്കി. So she started writing small sticky notes. എന്നിട്ട് ആ നോട്ട്സ് ഓരോ പില്ലോയിലും ത്രോ പില്ലോസിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. So she stuck these notes on different pillows. ഒരു പില്ലോയെ വായിച്ചു, Blessed are the peacemakers. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാരെന്ന് ഒരു പില്ലോയിൽ എഴുതി വെച്ചു. For they will love their pillows also. അങ്ങനെയുള്ളവർ അവരെ പില്ലോയെയും സ്നേഹിക്കുമെന്ന് എഴുതി. വേറൊരു പില്ലോയിൽ എഴുതി വെച്ചു, Love bears all things. വേറൊരു കുഷനിൽ എഴുതി വെച്ചു, എല്ലാ കാര്യങ്ങളും സ്നേഹം സഹിക്കും. And even decorative pillows also. Even all the decorative pillows as well. വേറൊരെണ്ണത്തിൽ എഴുതി വെച്ചു, Handle this pillow with care. വേറൊരു കുഷനിൽ എഴുതി വെച്ചു, ഇത് വളരെ ക്ഷമയോടും സൂക്ഷിക്കണം. അന്ന് ഭർത്താവ് വന്നപ്പോൾ ഇതെല്ലാം കണ്ട ആകപ്പാടെ പൊട്ടിച്ചിരിച്ചു പോയി. And the husband came home and he started laughing. അതുവരെ ഒട്ടും കെയർഫുൾ അല്ലാതിരുന്ന ഹസ്ബൻഡിന് ഓർത്തു, ഇങ്ങനെ ഞാനും പോയാൽ ശരിയല്ലല്ലോ, ഈ ഭാര്യ എത്ര മനോഹരമായിട്ടാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത്. And the husband thought, me doing this every day is not fair, so I'm going to start doing something different. അതുകൊണ്ട് അന്ന് ആദ്യമായിട്ട് ഈ ഭർത്താവ് പില്ലോകളെല്ലാം അടുക്കി മനോഹരമായിട്ട് വെച്ചു തന്റെ നാപ്പിന് ശേഷം. So that day the husband put those pillows back where it belonged after his nap. എന്നിട്ട് അതിൽ ഒരു നോട്ട് എഴുതി വെച്ചു. So he also wrote a note on the pillow. Husbands, love your wives. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. Even if it means respecting sacred pillow arrangements. ഈ പില്ലോയുടെ അറേഞ്ച്മെന്റ് റെസ്പെക്ട് ചെയ്യുന്ന അതിൽ കൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പൊ അന്ന് തൊട്ട് ആ ഭവനത്തിന്റെ അന്തരീക്ഷം മാറിയെന്നാണ് ഞാൻ വായിച്ചത്. What I read is that from that day on the environment of the house changed. അവിടെ ചിരിയും തമാശയും ഒരു ഊഷ്മളതയും ഉണ്ടാകാൻ തുടങ്ങി. There was a warmth and laughter and there was a love in that home. ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം ആ ഭവനത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ കാണപ്പെടാനിടയായി. And we saw the fruit of the Lord of Christ was demonstrated in that home. ഇത് വളരെ വളരെ തമാശ രൂപത്തിൽ പറഞ്ഞു എങ്കിലും ഇത് വളരെ അർത്ഥവത്തായ ഒരു കാര്യം. Even though we said this story in a humorous way, this is very meaningful. ഓരോ ഭവനത്തിന്റെയും ആത്മീക അന്തരീക്ഷം ഏറ്റവും അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഭവനത്തിലെ അമ്മമാരില്ല, ഭാര്യമാരില്ല. And many of the homes, the temperature or the environment of the spiritual home depends on the mothers. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാര് പോലും ദൈവത്തെ അറിയാത്തവര് ദൈവത്തിങ്കിലേക്ക് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വരുവാനിടയാകുമെന്ന്. And that the word of God says your husbands will turn to God by your good works and the way you live. അപ്പം വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കുന്നത് യുദ്ധം ചെയ്തോ അന്യോന്യമുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കിയൊന്നുമല്ല. So you don't create a good environment at home by fighting or quarreling, and that's not how you do it. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും കൊച്ചു കൊച്ചു പ്രകടനങ്ങളുണ്ടല്ലോ. And there are small efforts of love and comfort and show that demonstration. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചോണം. We should ask ourselves how we can do that. ദൈവത്തോടും പ്രാർത്ഥിച്ചോണം. And you should also pray to God for that. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ സമാധാനം നിറഞ്ഞു നിൽക്കാനായി to have my house overflow with the love of God. കർത്താവേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? What can I do, Lord? സ്നേഹത്തിന്റെ ഏതൊരു പ്രകടനത്താൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് നേടാൻ പറ്റും? What kind of expression of love can I gain my husband's trust? എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നേടാൻ പറ്റും? How can I gain the trust of our children? അതായിരിക്കണം ഒരു മാതാവിന്റെ ഒരു ഭാര്യയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നിരന്തരമായ പരിശ്രമം എന്ന് പറയുന്നത്. That should be a constant effort and a prayer of a wife every day. അപ്പോൾ ഒരു ഭാര്യയുടെ പ്രധാന ദൗത്യം ഒരു ക്രൈസ്റ്റ് ലൈക്ക് ഹോം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്.
the primary purpose of a wife is to build a Christ-like home. ഒരുപാട് അധ്വാനിച്ച് ഉറക്കമൊളിച്ച് ജോലി ചെയ്തും കഷ്ടപ്പെട്ടും അഹോരാത്രം പണിയെടുത്തും മക്കളെ പുലർത്തുന്ന ഭവനം നോക്കുന്ന ഭാര്യമാർ അല്ലെങ്കിൽ അമ്മമാരുണ്ട്. I know there are ladies or women who work hard at night and do the work at home and also work outside, and they work very hard. അതെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. We appreciate all that. പക്ഷെ അതിനേക്കാളെല്ലാം എത്ര പ്രാധാന്യമുള്ളതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭവനം ഇങ്ങനെ അത് പുലർത്തി പോരുക, അതിനെ ഉണ്ടാക്കി നിലനിർത്തുക എന്ന് പറയുന്നത്. But more than anything else, to sustain a Christ-centered home is much more important than all that. നിങ്ങൾ ബൈബിൾ റീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ചർച്ചിൽ നിന്ന് തന്നിരിക്കുന്ന ബൈബിൾ റീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ പ്രോവേർബ്സ് ഇങ്ങനെ നിരന്തരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക, സദൃശ്യവാക്യം. And if you notice, if you are following the Bible reading pattern that we gave, Proverbs is read every day. ഈ വർഷം ദൈവം അനുവദിച്ച 12 പ്രാവശ്യം നമ്മൾ ബുക്ക് ഓഫ് പ്രോവേർബ്സ് വായിച്ചത്. If the Lord willing, we will read Proverbs 12 times this year. ഇത്രയും പ്രാവശ്യം ഇത് വായിക്കണമെന്ന് എല്ലാവരും ഒക്കെ ഓർത്ത് കാണും അല്ലേ? And some of you may wonder why we keep reading this. അതിനകത്ത് ഒരു വാക്യം എൻ്റെ ശ്രദ്ധയിൽ പലപ്പോഴും വരാറുണ്ട്. And one verse in the Proverbs often come to my mind. അതിങ്ങനെ പറയുന്നത്, കലമ്പൽകാരിയായ സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നല്ലത് വീടിൻ്റെ ഒരു പാർക്കുന്നത് ചോർച്ച നിൽക്കാത്ത വീട്ടിൽ പാർക്കുന്ന പോലെയാണ്. And it is to live with a woman who is quarreling, it is better to live in a house that will never stop dripping. കലമ്പലകാരത്തിയായ സ്ത്രീയോടുകൂടെ പാർക്കുന്നതിനേക്കാൾ വീടിന്റെ മച്ചിലെങ്ങാനും പോയി താമസിക്കുന്നത് നല്ലതാണ്. It is better to live in the attic of a house than to live with a quarreling woman, it says. എന്തൊരു അന്തരീക്ഷമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. So what kind of environment are you creating? അപ്പോൾ ഒരു ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്, ഭർത്താക്കന്മാരും അതിന് ഇൻക്ലൂഡഡ് അല്ലെന്നല്ല, അവരെ കുറിച്ചുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചു. We have been hearing at the husbands, it is important that they also behave that way, but it is very significant for a wife to conduct herself. ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനം കെട്ടിപ്പടുക്കണം. To be a Christ-centered home to be built, and that is a responsibility of a wife. അതായിരിക്കണം ഭാര്യമാരുടെ ദൗത്യമായിട്ട് മുമ്പിൽ വെക്കേണ്ടത്. So that is the primary focus the wife should to keep in mind. ജോലിയും വേലയും പൈസ സമ്പാദിക്കുന്നതും പഠിക്കുന്നതും മക്കളെ പുലർത്തുന്നതും വളർത്തുന്നതും എല്ലാം ആവശ്യമാണ്. All the things that are essential, like working and taking care of the children and making money, all these are important. പക്ഷെ അതിനേക്കാൾ എത്രയോ പ്രാധാന്യമുള്ളതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭവനം, അതിൽ വസിക്കാൻ ഇടയാകുക എന്ന് പറയുന്നത്. But more than all that, it is essential and important that we are living in a Christ-centered home. അതിൽ വളരുന്ന മക്കള് And the children who are growing up in that environment. ഹലോ, രണ്ടാമത്തെ കാര്യം, ബീങ് എ ഹെൽപ്പ് മീറ്റ് ടു ദ ഹസ്ബൻഡ്, ഒരു ഭർത്താവിന് തക്ക തുണയായി നിൽക്കുക. And the second thing is being a helpmate to your husband to fulfill God's purpose. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. And Genesis chapter 2 verse 18 we read. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചു. And the Lord said, it is not good for man to be alone, I will make him a helper. ഹെൽപ്പർ എന്നുള്ള ഈ വാക്ക് വന്നിരിക്കുന്നത് ഏസർ എന്ന പദത്തിൽ നിന്ന്. And the helper, the word comes from the root word ezer. ഏസർ കെനക്ഡോ എന്നാ പറയുന്നത്. കെനക്ഡോ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന, എലോങ് സൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. And the other root word is connecto, meaning to stand united together. അപ്പം ഭാര്യയെ, ഒരു സ്ത്രീയെ ദൈവം ഉണ്ടാക്കിയതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഏസർ കെനക്ഡോ ആകാനായിട്ടാണ്. And the primary purpose of creating a woman is to be ezer connecto, meaning to be united and connected. എസർ എന്ന് പറഞ്ഞാൽ help or helper എന്ന അർത്ഥം. The word ezer, root word, means to help others. ദൈവത്തിന്റെ വചനത്തിൽ ആ വാക്ക് മറ്റൊരാൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. And there are only one other place that word is used. അത് ആർക്കാണെന്നറിയാമോ? Do you know where it is used? ദൈവത്തെ കുറിച്ച്. And regarding God himself. ദൈവം എൻ്റെ ഏസറ. And the Lord is my ezer.
ശമൂവേൽ പറഞ്ഞു ഏബൻ ഏസർ. Samuel used the word Ebenezer. ദൈവം ഇത്രത്തോളം നമുക്ക് സഹായകനായിരുന്നു, നല്ലവനായിരുന്നു. God has used us and helped us this far, Samuel said. അപ്പൊ സഹോദരിമാര് പലപ്പോഴും പ്രത്യേകിച്ച് യങ് കപ്പിൾസ് ഒക്കെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരൊക്കെ ഒബ്ജക്റ്റ് ചെയ്യുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് പറയുന്ന ഭാഗങ്ങൾ. Many of the young women today, they're getting ready to marry or newly married, they have a reluctance of being submissive to other husbands. കീഴടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഒരു അസിസ്റ്റന്റിന്റെ റോളാണ്. ക്യാപ്റ്റൻ എന്ത് പറയുമോ അതിനെ ഈ ഫോളോവർ ആയിരിക്കുന്ന ഞാൻ പിൻപറ്റണമെന്ന എന്നെ കുറിച്ച് പറയുന്നത്. Oftentimes they have a warped view of this being a submissive, meaning the captain is ordering, I'm trying to be submissive to the captain. അപ്പോൾ ദൈവം ഉണ്ടാക്കിയ ഒരു അസിസ്റ്റന്റിനെ അല്ല ഭാര്യയിലൂടെ ഭർത്താവിന് നൽകിയത്. So God did not create an assistant like the husband to be ordered around. പക്ഷേ ഒരു സ്ട്രോങ് suitable equal counterpartനെ ദൈവം നൽകി. But God created equal counterpart that is suitable for helping the husband. ഹല്ലേലൂയ. Amen. സഹോദരിമാർക്ക് സന്തോഷമായോ? And I hope the ladies appreciate that. വെറും അസിസ്റ്റൻസ് ആയിട്ടല്ല ദൈവം ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ സൃഷ്ടിച്ചത്. And God did not create the wives to be just assistants. ഒരു സ്ട്രോങ് സപ്പോർട്ട് നൽകുന്ന ആളെയാ സൃഷ്ടിച്ചത്. And the wives were created to provide strong support for the husbands. ഭാര്യ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഒരു ഭവനത്തിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ, ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ അല്ല, indispensable. And a wife is not inferior to her husband but indispensable to the husband. കാരണം ദൈവം തന്നെയാ പറഞ്ഞു, it is not good for man to be alone. മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല. Because it was God's idea that the man not to be alone. എന്ന് പറഞ്ഞാൽ പുരുഷനെ നോക്കിയിട്ട്, ആദാമിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു ഇവൻ ഫുൾഫിൽഡ് ആയിട്ടില്ല ഇതുവരെ. So God looked at Adam and said he is not full yet. കാരണം അവൻ ഏകനായിരിക്കുക. Because he is alone. അവൻ ഫുൾഫിൽഡ് ആകണമെങ്കിൽ അവന് ഒരു സഹായം വേണം, സഹായക വേണം. If he needs to be full or complete, he needs somebody to support him. ദൈവം തന്നെ ആ ആവശ്യം കണ്ടാണ് ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് അവന് നൽകിയത്. So God saw the need and that's how he created the man. അപ്പോൾ ഈ പുരുഷനിൽ എന്ത് കുറവായി കാണുന്നു, so whatever lacking in this man, അതിനെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഭാര്യ കൂടെ നിൽക്കുക. so the wife is there to complete whatever the man is lacking. റിലേഷണൽ ഏരിയയിൽ അവനെ തികവുള്ളവനാക്കുകയാണ്. And to make him full and complete in a relationship area. ഇമോഷണൽ ഏരിയയിൽ അവനെ തികവുള്ളവനാക്കുക. In the area of emotion also she's making him complete. Spiritual wholenessൽ അവനെ സഹായിക്കുക. Also in the area of spiritual wholeness she is completing him. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം സഹായം അയക്കുന്നത് പോലെ സഹായിക്കുന്നത് പോലെ ദൈവം നിയോഗിച്ച ഭാര്യമാരും ഭവനത്തിൽ ഭർത്താക്കന്മാർക്ക് സഹായകരായി തീരുകയാ. Just like the God is being a support constantly there for us, a wife role is to be there available on a daily basis for our husbands. Hallelujah. Amen. ഏറ്റെടുക്കാൻ ഇച്ചിരി പാട് കാണും അല്ലേ? I know it is difficult to take in. അവരെങ്ങനെയായി സപ്പോർട്ട് ചെയ്യുന്നത്? So how are they supporting? അവർ സപ്പോർട്ട് ചെയ്യുന്ന with wisdom and strength. With wisdom and strength that they are supporting her husband. പല കാര്യങ്ങൾ നമ്മൾ സദൃശവാക്യങ്ങൾ 31 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. In Proverbs chapter 31 we read that. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരണമായിട്ട് നടക്കാനായിട്ട് തന്റെ ഭവനത്തെ ഒരുക്കിയെടുത്ത് സപ്പോർട്ട് ചെയ്യുക. And she is preparing the home to walk according to the word of God and the rules of God. അവന് വേണ്ടിയും അവനോട് കൂടെയും പ്രാർത്ഥിച്ച് ആ ഭവനത്തിലെ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാക്കുക. Praying for him along with him, praying for the whole family and the environment. ഭവനത്തിലെ സ്പിരിച്വൽ ക്ലൈമറ്റ് മാറ്റിയെടുക്കാനായിട്ട് ഈ ഭാര്യ മുഖാന്തരമാവുകയാണ്. So the wife is being used to change the spiritual environment or the climate of the family. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സത്യം പറയാതിരിക്കുകയല്ല, സത്യം പറയും, പക്ഷേ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. She is always speaking the truth in love. പല ഭാര്യമാരും സത്യം സംസാരിക്കും.
Many wives speak the truth, പക്ഷേ സ്നേഹം തൊട്ട് തേച്ച് കാണത്തില്ല. but the love is not smeared on at all. ഈ സത്യം പറയുന്നതന്നെ കേട്ടാല് ഭയങ്കര കോപത്തോടെ സംസാരിക്കുന്ന പോലെ. Even the truth is spoken with a great fervor. അതുകൊണ്ട് സത്യം സംസാരിക്കേണ്ടെന്ന് വചനം പറയുന്നില്ല. The word of God does not say don't speak the truth, സ്നേഹത്തിൽ സത്യം but സംസാരിക്കുക. speak the truth in love. സ്നേഹം കൊണ്ട് ചാലിച്ചെടുത്ത് ആ സത്യം And സംസാരിക്കുക. dilute the truth in love and put it on. ആ പില്ലോയെ ഇങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് കുത്തി വെച്ചെന്ന് പറഞ്ഞതുപോലെ Just like the sticky notes on the pillows. നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരാൻ പറ്റും. And our environment of the homes can be changed. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് മാറ്റം വരും. The relationship with the husband and the wife can be changed. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിന് മാറ്റം വരും. The environment of prayer can be changed. ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. We will have Christ-centered homes if we behave this way. എപ്പോഴാ ഭാര്യമാര് അവരുടെ റോൾസ് തിരിച്ചറിയുമ്പോൾ, When the wives recognize the roles God has given them, the home environment will change. അവരെ മാത്രം ഉത്തരവാദികളെന്നല്ല ഞാൻ പറയുന്നത്. I'm not saying they are the only ones പക്ഷേ responsible, അവരുടെ ഉത്തരവാദിത്വം ഓർപ്പിക്കുക. but I am reminding you of your responsibilities. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഉത്തരവാദിത്തം The first responsibility, ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനം നമ്മൾ ഒരുക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. and to prepare and continue a Christ-centered home. രണ്ടാമത്തേത് ഭർത്താവിന് തക്ക തുണയായിരിക്കും. The second thing is to be a suitable mate for your husband, അസിസ്റ്റന്റ് അല്ല, ഒരു സ്ട്രോങ് ഹെൽപ്പർ. and not an assistant but a strong help, ഏസർ ആയിട്ട് കൂടെ നിൽക്കുക. and to be like an Ezer all the time. മൂന്നാമത്തെ കാര്യം, The third thing, ഉൽപ്പത്തി പുസ്തകം 2:21-22 നമ്മൾ in വായിക്കും. Genesis chapter 2 verse 21 and 22 we read, അണ്ടർഗേർഡിങ് ആൻഡ് സപ്പോർട്ടിങ്, and you are undergirding and supporting the family, താങ്ങി നിർത്തുക, സഹായിക്കുക, ബലപ്പെടുത്തുക. and meaning shouldering or supporting the family, ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വമല്ല. and that is a responsibility of a ശ്രദ്ധിച്ച് wife. കേൾക്കണേ. 21-22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി 2. In verse 21 and 22 we read, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. eh, അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. God put man in a deep sleep and took one of his ribs and made a flesh attached to it and made a suitable mate for him. എപ്പോഴേലും വണ്ടർ ചെയ്തിട്ടുണ്ട് ദൈവം എന്തുകൊണ്ടായി വാരിയെല്ലിൽ നിന്ന് ഒന്നെടുത്തേച്ച് അതിനെ ഒരു സ്ത്രീയാക്കിയത്? Have you ever wondered why God took a rib to make his wife? സാധാരണ നമ്മൾ പറയുന്നുണ്ട്, തലേ വെച്ചുകൊണ്ട് നടക്കാനായിരുന്നേ തലേന്ന് എടുത്തേനെ, അല്ലെ കാലിൻ്റെ അടിയിൽ ഇട്ട് ചവിട്ടി തേക്കാനായിരുന്നേ കാലിൽ നിന്ന് എടുത്തേനെ. Oftentimes we say humorously that if the bone was taken out of the head, then you will carry your women on the head, or if it was taken out of the feet, then they will be under your feet. സൈഡിൽ നിന്ന് എടുത്ത് അതുകൊണ്ട് കൂടെ നിൽക്കാനാ. ഇതെല്ലാം നമ്മൾ സാധാരണ കേൾക്കുകയും പറയുന്നു. We hear that it was taken from the side, so they will be right side by side. എന്നാൽ ഈ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് ദൈവം അതിനെ ഒരു സ്ത്രീയാക്കി. But God took one of the ribs and made women out of it. വാരിയെല്ലിന്റെ ദൗത്യം എന്നതാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. We need to understand what the function of a rib in your body is. Ribs protect the heart and the lungs. Vital organs ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് റിബ്. എന്ന് പറയുന്ന പോലെ ചില ഭർത്താക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്ത് ഹൃദയത്തെ സൂക്ഷിക്കുന്നത് പോലെ, ശ്വാസകോശത്തെയൊക്കെ സൂക്ഷിക്കുന്നത് പോലെ അതിന് പുറവേ ഒരാവരണമായി ഒരു ചട്ടം തീർത്ത് ഒരാവരണമായി സൂക്ഷിപ്പാനായിട്ട് ഭാര്യമാരെ ഉപയോഗിക്കും. So God is using wives to protect the vital organs like heart and lungs and all these things for a man. പലപ്പോഴും നമ്മൾ പലതും പറയാതിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നത് ഭാര്യമാര് കൂടെ നിന്ന് കറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. And many times we don't do those things because they are standing next to us and correcting us. ചിലതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഭാര്യമാരുള്ളത് കൊണ്ടാണ്. Some things we do because of our wives. ഒരു ഹസ്ബൻഡ് ഇങ്ങനെ പറയാൻ തുടങ്ങി. A husband started saying like this, എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, if you ask my opinion, അന്നേരത്തേന് അത്രയും പറഞ്ഞപ്പോഴത്തേന് ഭാര്യ 2 പ്രാവശ്യം ചുമച്ചു. and the wife started coughing a couple of times. എന്നിട്ട് കൺപുരികം ഇങ്ങനെ ഉയർത്തി. And she raised her eyebrows. അപ്പോഴത്തേന് സെന്റൻസ് മാറി ഭർത്താവിന്റെ. And so the husband changed his tune. Well, my wife and I think. Then he said, ഞാനും എൻ്റെ ഭാര്യയും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്.
മനസ്സിലായി? നമ്മളെ എന്തുമാത്രം മാറ്റിയെടുക്കാനായിട്ട് സഹോദരിമാർക്ക് കഴിയും. So, the women can really change us and transform us. പല സാഹചര്യങ്ങളിലും നമ്മൾ വളരെ നല്ലവരായിട്ട് കാണപ്പെടുന്ന നമ്മുടെ ഭാര്യമാരുടെ കഴിവാണ്. And many times we are good because the ability of our wives. എന്ന് പറഞ്ഞാൽ നമ്മളാരും മോശമാണെന്നല്ല. I'm not saying the men are, not very good. എന്നാൽ അവരുടെ ദൗത്യത്തെ കുറിച്ചാണ് പറയുന്നത്. But I'm talking about the responsibility. നമ്മുടെ ഭാര്യമാര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ധൈര്യവും സന്തോഷവും വേറെയാണ്. And if your wives are with us united, and we have a lot of joy and peace and in strength. അതൊരു റിബിന്റെ ആക്ഷനാ, ഒരു വാരിയലിന്റെ ആക്ഷനാ. So that is the use or the protection of the rib. ഒരു സൂചന കൊടുക്കാൻ, നഡ്ജ് ചെയ്യാൻ ഈ വാരിയലിന് അറിയാം. And the rib knows to nudge and to remind of things. അവരില്ലാത്ത ജീവിതം. Can you imagine a life without your wife? ആരോ പറഞ്ഞ പോലെ കട്ടപ്പുകയല്ലേ? കട്ടപ്പുക. All smoke. ഒരു വളരെ ബുദ്ധിയുള്ള ഒരു ഹസ്ബൻഡ് ഭാര്യയോട് പറഞ്ഞു. A smart husband said to his wife, പ്രിയപ്പെട്ടവളെ, ഞാൻ തലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. And he said, I think I'm the head. എന്നാൽ നീ സ്പൈനാ, സ്പൈൻ നട്ടല്ല. You are the spine. അല്പം ഫ്യൂ വാരിയല്ലുകളും അതിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. But I also think there are some ribs included. അപ്പോഴത്തേന് ഈ ഭാര്യ ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, And the wife smiled and said, അത് ശരിയാ, that is true. ഞാനില്ലാതെ ഈ പ്ലേസ് മുഴുവൻ ഒരു ജെല്ലി ഫിഷ് പോലെ ആയിപ്പോ. And if I was not around, this place will be like a jellyfish. ഒരു ജെല്ലി ഫിഷ് വളരെ മനോഹരമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കാണപ്പെടും. A jellyfish moves around in the water very beautifully. വെള്ളത്തിൽ അത് ഇങ്ങനെ നടക്കുന്ന കാണാനൊക്കെ വലിയ സന്തോഷം. It is very beautiful to see the movement of the jellyfish in the എന്നാൽ ഒരു water. ജെല്ലി ഫിഷിനെ വെള്ളത്തിൽ നിന്ന് പുറത്തു എടുത്താൽ, But if you take a jellyfish out of the water, അതൊട്ടും ഫാസിനേറ്റിംഗ് ആയിരിക്കത്തില്ല. it does not look fascinating. It looks like a blob. കാരണം ഒരു ജെല്ലി ഫിഷ് 95% വെള്ളമാണ്. And 95% of a jellyfish is made out of water. അതിന് ബ്രെയിനും ഇല്ല, ബ്ലഡും ഇല്ല, ഹൃദയവും ഇല്ല. And it does not have a brain or blood or a heart. അങ്ങനെ ഒരു ക്രീച്ചറായി ജെല്ലി ഫിഷ്. And that's such a creature is jellyfish. ഭാര്യ അപ്പം പറയാ, ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിനും ഇല്ല, ബ്ലഡും ഇല്ല, ഹാർട്ടും ഇല്ല, ഒന്നുമില്ല. And the wife said, if I'm not with you, you will be like a jellyfish, no heart or blood or brain. അപ്പോൾ ഇമാജിൻ എ ബോഡി, ഒരു ശരീരം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഭാവന ചെയ്ത് നോക്കിയേ. But imagine a body without these functions. സ്കെലിറ്റൻ ഇല്ലാത്ത ഒരു ബോഡി. Skeleton, the body without a skeleton. അതാ നമ്മൾ മനസ്സിലാക്കണം. And that's what we need to understand. അതാണ് നമ്മുടെ ഭാര്യമാരുടെ പ്രാധാന്യം. And that is the responsibility and the importance of our ഒരു wives. ജെല്ലി ഫിഷ് പോലെ മാത്രമുള്ളത്. And we are like a jellyfish often. നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചതെന്ന് എനിക്കറിയത്തില്ല. I don't know why you're smirking. പക്ഷെ നമ്മുടെ ഭാര്യമാര്, But our wives, അവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്. but their contribution is great. അവരെത്ര തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how much they recognize that. നിസാര കാര്യങ്ങൾ പോലും അവരില്ലാതെ നമ്മൾ എന്തുമാത്രം തപ്പിത്തടയുന്നില്ലേ. Even the simpler things that we often are lost without them. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒത്തിരി പറയാൻ എനിക്ക് താല്പര്യമില്ല. I don't want to say a lot of my personal experiences. ഫ്രിഡ്ജ് തുറന്നാൽ എന്താ എടുത്ത് കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല. As oftentimes you open the fridge, you don't know what to get to eat. ലോണ്ടറി എല്ലാം സീനായി പർവ്വതം പോലെ ഇങ്ങനെ ഉയർന്നു വരും. The laundry is like Mount Zion is getting piled up. ഒരുപാട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്തെടുത്ത് കഴിക്കണമെന്ന് പോലും ചിലപ്പോൾ അറിയത്തില്ല. There may be many food in the fridge, but I don't know what to eat. ഭാര്യ അവിടെ ഉണ്ടെങ്കിൽ സംഗതികളെല്ലാം വ്യത്യസ്തം. But if the wife is there, it's different. ഒരു ഗസ്റ്റ് വന്നാൽ അത് വ്യത്യാസമാണ്. If you have a guest, then it is different. ഒന്നുമില്ലെന്ന് തോന്നിയാലും എവിടെ നിന്നെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. Even though there is nothing at home, things appear on the table. അതാ ഭാര്യമാര്. That is the beauty of a wife. ചില ഭർത്താക്കന്മാരും അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഒക്കെ ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. I know the husbands are all taking on some of those responsibilities as well. I know that. പക്ഷേ യൂഷ്വലി ഭാര്യമാര് ഒരു റിബിന്റെ, ഒരു വാരിയലിന്റെ ഈ കർത്തവ്യം ഇങ്ങനെ വളരെ
ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. But usually they perform the duty of a rib and very dedicated to serving. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ സ്കാഫോൾഡ് വെക്കാറുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ. A building is built with scaffolding. അതിന്റെ പിക്ചേഴ്സ് ആരും എടുക്കാറില്ല. Nobody take the picture of a scaffolding. ഭാര്യമാർക്കും വേണ്ട അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോകാറുണ്ട്. Oftentimes the wives don't get the recognition they deserve. പക്ഷേ അതില്ലാതെ ബിൽഡിംഗ് നിൽക്കത്തില്ല, അല്ലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. But without a scaffolding you cannot build a building. എന്ന് പറയുന്നത് പോലെ ആ ഭാര്യമാര്. That's how the wives are. നമ്മൾ മറക്കുന്നത് പലരും ഓർമ്മിപ്പിക്കുന്ന അവരാ. They are the ones reminding us often things that we നമ്മുടെ forget. സ്കെഡ്യൂൾസ് ആണേലും നമ്മുടെ ബർത്ത്ഡേസ് ആണേലും ആനിവേഴ്സറീസ് ആണേലും എല്ലാം ഓർമ്മിപ്പിക്കുന്ന അവരാ. All the schedules, anniversaries, birthdays, all those things they remind us of. അപ്പന്മാർക്കും മക്കൾക്കും ഇടയിൽ നിന്ന് സമാധാനം ഉണ്ടാക്കുന്ന അവരാ. They are the peacemakers between the husband and the children often. എൻ്റെ അമ്മയെ ഞാൻ ഓർക്കുന്നു. I remember my mother. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നു. She was not very educated woman. പക്ഷേ ഞങ്ങളോടെല്ലാം ഞങ്ങൾ 4 ആൺമക്കളായിരുന്നു. We were 4 brothers. ഞങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ അപ്പന്റെ ഗുണം പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ അത് ഉള്ളിൽ കയറ്റാൻ ശ്രമിക്കും. Every time she talked to us, she always talked well of her husband and to talk about our father, and that was inside of us. എന്തെല്ലാം പ്രയാസം അവര് തമ്മിൽ ഉണ്ടെങ്കിലും അത് ഞങ്ങളെ അറിയിക്കത്തില്ല. Regardless of what they were going, the differences they had, she will never talk to us about that. അപ്പന്റെ ഗുണങ്ങളല്ലാതെ ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. And never talk to our father about our father in a disrespectful way. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പനോട് സംസാരിക്കുമ്പോൾ. But even when she's talking to her husband, that was the same way. ഞങ്ങളെ ഷീൽഡ് ചെയ്തും പ്രൊട്ടക്ട് ചെയ്തും ഈ അപ്പനോട് സംസാരിക്കും. And she always shielded and protected us when she was talking to her husband. അതാണ് ഒരു അമ്മയുടെ ദൗത്യം. And that is the responsibility and the beauty of a mother. Like a rib, ഒരു skeletal system പോലെ. And like a skeletal system or a part of a rib. പുറമേ കാണുന്നില്ലായിരിക്കാം. Even though outwardly it may not happen that way. But holding everything together. But everything was held together by the wife. നാലാമത്തെ കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞ എൻ്റെ വാക്കുകൾ. And we are going to talk about the fourth thing, then we need to conclude. Bringing forth and raising up children in the godly way. കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വഴികളിൽ വളർത്തിയെടുക്കുന്നത് ഒരു മാതാവിന്റെ ജോലിയാണ്. സദൃശവാക്യങ്ങൾ 31:28 വാക്യം. Proverbs chapter 31:28. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു, അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്. Her children call her blessed and her husband also praise her. അപ്പം ഒരു ഗോഡ്ലി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ദൗത്യം ഏറ്റെടുക്കുന്ന മാതാക്കൾ. And the mothers take the responsibility of raising godly children. 31-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു. Even verse 31 verse 15 we അവൾ read. നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. And she gets up early morning and prepare food for the family and the servants. അപ്പം ഗോഡ്ലി മാംസ് അല്ലെങ്കിൽ ദൈവഭക്തകളായ സഹോദരിമാര്, സ്ത്രീകള്, ഭാര്യമാര് വെറുതെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരല്ല. And the godly mothers are not just merely going through the motions of raising children. അവരെ സത്യം പറയുന്നവരായിട്ട് വളർത്തിയെടുക്കും. And they raise them to speak the truth. അവരെ prayer warriors ആയിട്ട് വളർത്തിയെടുക്കും. They raise their children to be prayer warriors. അവരെ future leaders ആയിട്ട് വളർത്തിയെടുക്കും. They make them to be future leaders. എൻ്റെ വീട്ടിലെ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. There is a prayer that I often remember about my mother. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നെങ്കിൽ, Just like I mentioned, she was not an educated woman. എൻ്റെ അമ്മ ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ മകനെ ലോകത്തിൽ വലിയ ആളാക്കണേ, വലിയ സ്ഥാനത്തെത്തിക്കണമേ, വലിയ ശമ്പളമുള്ള ജോലി നൽകണമേ എന്നൊന്നും പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. I have never heard my mom praying that I want my son to be a great man or a great have a lot of money and wealth and have great position. ഞാൻ കേട്ടിട്ടുള്ളത്, കർത്താവേ നിന്റെ രാജ്യത്തിന് ഉപകാരിയാക്കി അവനെ തീർക്കണമേ. But often I've heard her praying that, Lord, I want him to be used for your kingdom abundantly. മക്കളെ വളർത്താൻ മാത്രമല്ല ഉത്തരവാദിത്തം. But not only we have the responsibility to raise our children. അവരെ ദൈവഭക്തിയിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്തം. And we have the responsibility to raise them in the fear of God. Spiritual discernment ഓടെ വളർത്തുക മക്കളെ. We should be able to raise our children with the spiritual discernment. വാസ്തവത്തിൽ ഗോഡ്ലി ആയിട്ടുള്ള മംസ്, ദൈവഭക്തകളായിട്ടുള്ള മാതാക്കൾ എന്ന് പറയുന്ന പ്രാക്ടിക്കൽ തിയോളജിയൻസ് കൂടെയാണ്.
And godly mothers are practical theologians as well. നമ്മൾ ഭർത്താക്കന്മാരൊക്കെ പലപ്പോഴും തിയററ്റിക്കൽ ആയിട്ടുള്ള തിയോളജിയൻസ്. And oftentimes the husbands are theoretical theologians. എന്നാൽ ഭാര്യമാരെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ തിയോളജിയൻസ്. But they are practically theologians, our wives are. ഒരു കുഞ്ഞമ്മയോട് ചോദിച്ചു. And a child was asking mom, അമ്മേ ഈ കൈയിന്റെ ഭാര്യ എവിടെ നിന്നാ വന്നത്? and where did the kind wives come from? അപ്പൊ അമ്മ ഒരുപാട് ജോലിയുടെ നടുക്കായിരുന്നു. So mom was busy in the middle of work. പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. She had a lot of work to be finished. അപ്പം പറഞ്ഞു അത് ഞാൻ പിന്നീട് നിന്നോട് സംസാരിക്കാം, എന്നാൽ അതിനു മുമ്പ് എനിക്ക് നിന്നോട് പറയാനുണ്ട്, നിന്റെ സഹോദരനെ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് പറയാനുണ്ട്. അത് കഴിഞ്ഞ് കൈയിന്റെ ഭാര്യ എവിടെ നിന്നാ വന്നെന്ന് ഞാൻ പറയാം. And I'm busy. I will tell you that after I tell you that you need to love your brother before I tell you where the kind wives come from. അവരുടെ എല്ലാറ്റിന്റെയും ഉത്തരം ഒന്നുമില്ല. They don't have all the answers to the questions. പക്ഷേ ഹാർട്ട് ഓഫ് ദ ലെസൺ അവർക്ക് നഷ്ടപ്പെടാറില്ല. But they never lose the heart of the lesson or the intent of the lesson. അവര് ഈ ഇറ്റേണൽ സീഡ്സ് പാകാനായിട്ട് നിത്യമായിട്ടുള്ള ആ വിത്തുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പാകി കിളിർപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. They are always mindful of planting the seeds in their children that will have eternal value. സാൻഡ്വിച്ച് ഒരുപക്ഷെ ഓർഡിനറി ആയിരിക്കാം. A sandwich may be an ordinary food. പക്ഷേ സാൻഡ്വിച്ചിലുള്ള ലെസൺ എന്ന് പറയുന്നത് എറ്റേണൽ ആയിട്ടായിരിക്കാം. But the lesson of the sandwich may be has eternal value. ഒരു മമ്മി ഒരു മുറിയിലേക്ക്, കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് പ്രവേശിക്കുന്നു. A mother coming to the room where the children were standing or sitting. ഇങ്ങനെ പറഞ്ഞു, time for a verse before the breakfast. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നിങ്ങൾ ഒരു വാക്യം പഠിക്കണം എന്ന് പറഞ്ഞു. ഒരാൾ ഞരങ്ങിക്കൊണ്ട് മാറും. One would be murmuring. ഒരാൾ കട്ടിലിന്റെ അടിയിൽ കയറും. One would climb under the bed. ഒരാൾ John 3:16 എന്നും പറയുന്നതായതുകൊണ്ട് അത് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. One may use John 3:16. He uses every day. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. But they will try to slide out of the responsibility. നമ്മുടെയൊക്കെ പല കുഞ്ഞുങ്ങളെ പോലെയാ. And just like all our children. പക്ഷേ 20 വർഷം കഴിഞ്ഞ്, but after 20 years, അമ്മയുടെ മരണത്തിങ്കൽ, at the death of his mother, അവർ ചർച്ച നിൽക്കുക. and they were standing in the church. അതേ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട്, and the same words that they memorized, കണ്ണുനീരോടെ എഴുന്നേറ്റ് നിൽക്കുക. and they are standing with tears in their eyes. എന്നെ ബിൽഡ് ചെയ്ത അമ്മയുടെ godliness ആയിരുന്നെന്ന് പറഞ്ഞുകൊണ്ട്, and they are saying that mother's godliness is what raised us up. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. I'm going to close my words with one more thing. അമ്മമാരിൽ അല്ലെങ്കിൽ ഭാര്യമാരിൽ ഉള്ള ഒരു പ്രത്യേകത ഡിസേൺ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ്. And the mothers have an ability or innate ability to discern things. സദൃശവാക്യങ്ങൾ 31:27 നമ്മൾ വായിക്കുന്നു. And we read in Proverbs 31:27. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കും. She keenly watches the dealings of the household. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അമ്മമാർ. And mothers are not like what we expect. അവരെന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ സൈലൻസിലും എല്ലാം വലിയ അർത്ഥങ്ങളുണ്ട്. Even in their silence there is great meaning. ഒരു കുഞ്ഞ് അപ്പനോട് ചോദിച്ചു, a child asked his father, why does mom pray over my sandwich? എന്തിനാ എൻ്റെ സാൻഡ്വിച്ചിന് വേണ്ടി മമ്മി പ്രാർത്ഥിക്കുന്നു? Then the dad said, അപ്പോൾ പിതാവ് പറഞ്ഞു, because she knows that the prayer might feed your soul more than the sandwich feeds your stomach. സാൻഡ്വിച്ച് നിന്റെ സ്റ്റൊമക്ക് ഫില്ല് ചെയ്യുന്നതിനേക്കാൾ നിന്റെ ആത്മാവിനെ ഫില്ല് ചെയ്യുന്നതായിരിക്കും കാരണം എന്ന് പറഞ്ഞു. That is the role of the mother. That is the role of a mother. അതാ അമ്മമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And that is what mothers are doing. ആത്മാക്കൾക്ക് തൃപ്തി വരണം. And our soul, our spiritual man shall be edified. അതാണ് ദൗത്യം. That is the desire. അതിലാണ് മാതാക്കൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഊന്നൽ കൊടുക്കേണ്ടത്. That is where mothers should give emphasis to. വീട്ടുകാരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കും. And looking at the dealings of the household. പ്രാർത്ഥന കാണുന്നില്ലല്ലോ അച്ഛൻ, ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെ ഇപ്പം പ്രാർത്ഥിക്കുന്നു. My husband is not praying like he was in the last few weeks. ഇടപാടുകളിൽ ഒരു സന്തോഷക്കുറവ് കാണുന്നുണ്ട്. There is something that he is not satisfied in his dealing. വീട്ടിലെ സ്പിരിച്വൽ atmosphere മാറുന്നുണ്ട്. The spiritual atmosphere of the house is changing. പെരുമാറ്റം സൂക്ഷിച്ചു നോക്കുക. And she is observing very closely the dealings. വല്ലാത്തൊരു കോപം എൻ്റെ ഭർത്താവിനെ ബാധിക്കുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. And my husband is angry these days, or my children are getting angry. ഭാര്യ ഇതെല്ലാം സൂക്ഷിച്ചു നോക്കുക. And the wives pay attention to these things. അപ്പം ഗോഡ്ലി ആയിട്ടുള്ള ദൈവഭക്തിയിൽ വളരുന്ന കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തി വളർത്തുക. And to raise a generation of children that is godly.
നോക്കണേ, എത്ര വലിയ ഉത്തരവാദിത്തമാണ് സഹോദരിമാരുടെ മേൽ, What a great, ഭാര്യമാരുടെ മേൽ ദൈവം what a great responsibility God has given sisters or wives. ഇന്ന് രാവിലെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സകല സഹോദരിമാരും, Because of that, this morning, all the sisters listening to me, വളരെ വളരെ ഗൗരവത്തോടെ ഇത് കേട്ടു, ഇത് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope and trust that you take this message very seriously. ഭർത്താക്കന്മാര് അവരുടെ ദൗത്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരെ ആദരിക്കുകയും അവരെ സഹായിക്കുകയും അവരോട് കൂടെ നിൽക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe that you will honor your husbands and stand with them just like a rib and support them. അങ്ങനെ നമ്മുടെ ഭവനങ്ങളുടെ അന്തരീക്ഷം മാറും. But then our environment or home environment will change. എത്ര പേര് ആമേൻ പറയും? How many of you will say amen? ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Amen. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. Let us surrender ourselves and pray. Our Heavenly Father, thank you for speaking the word in truth and in love this morning. Oftentimes we don't like to hear these, but thank you for speaking through your servant, Lord, preparing our hearts. These are difficult things, Lord. We have a desire to follow, but often in our daily life, in the busyness, and we often forget these things, Lord. Father, I pray that remind all of us there is a responsibility you have given us. More than just going through the motions of life, there is a life that we are doing, that preparing our next generation, Lord, preparing our children for the things to come, that they will be great citizens of the kingdom of Hallelujah. God. That is our responsibility, Father. Help us to be obedient. Help us to humble ourselves to follow your word. And I pray these words will ring in our hearts, that we'll continue to serve you faithfully in the days to come. We love you. We praise you. In Jesus Christ, the Lord's precious name we pray. Amen. Amen. Thank you, Sam.